അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തുന്നവർ, നോമ്പ് നഷ്ടമാകുന്നവർ, നോമ്പ് നോക്കൽ ഹറാമായവർ, അവർ ഖളാ വീട്ടേണ്ട വിഷയങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ അതിനേക്കാളൊക്കെ ഗൗരവകരമായ ഒരു വിഷയമാണ് പരിശുദ്ധമായ റമദാനിൽ പകൽ സമയത്ത് ഭാര്യയുമായി ശാരീരികമായ ബന്ധം പുലർത്തൽ. നാം ഇതുവരെയും പറഞ്ഞ വിഷയങ്ങളിൽ ഒന്നും ഒതുങ്ങുന്നതല്ല ഈ വിഷയം. അത്രയ്ക്കും മാരകമായ, പാതകമായ വിഷയമാണ് ശാരീരികമായ ബന്ധത്തിലൂടെ നോമ്പ് നഷ്ടപ്പെടുത്തുക എന്നത്. അതിന് വലിയ കഫാറത്ത് കൊടുക്കേണ്ടി വരും. മുൻകാലങ്ങളിൽ രാത്രി സമയങ്ങളിലും ശാരീരിക ബന്ധം തെറ്റായിരുന്നു, കുറ്റമായിരുന്നു, പാടില്ലാത്തതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല. രാത്രിയിൽ യഥേഷ്ടം നിങ്ങൾക്ക് സംഗമിക്കാനും ശാരീരിക ബന്ധം പുലർത്തുവാനും സാധിക്കും. വഅന്തും ലിബാസുൽ ലഹുന്ന, വസ്ത്രത്തിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളാണ്, അവർ നിങ്ങളുടെയും വസ്ത്രങ്ങളാണ്. ഒരു വസ്ത്രം എത്രമാത്രം നമ്മുടെ ശാരീരികമായി അലിഞ്ഞ് ഒട്ടി നിൽക്കുന്നോ അതേപോലെ ഒട്ടി നിൽക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കേണ്ടവരാണവർ. കലഹിക്കേണ്ടവരോ അകന്നു പോകേണ്ടവരോ അല്ല. ആ ഒരു ജീവിതത്തിന്റെ ഇടയിലാണ് ഇതേപോലെയുള്ള വലിയ തെറ്റുകൾ സംഭവിച്ചാൽ വലിയ കഫാറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഈ ശാരീരികമായ ബന്ധം രാപ്പകലുകൾ നമുക്ക് പറ്റും. നോമ്പ് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ, റമദാൻ മാസങ്ങളിൽ രാത്രി മാത്രമേ പറ്റുകയുള്ളൂ, പകലിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ നമ്മോട് പറയുന്നത്, പകൽ സമയങ്ങളിൽ ഭാര്യയുമായി കൊഞ്ചിക്കുഴയുകയോ അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നല്ലതുപോലെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. പകൽ സമയങ്ങളിൽ ഒരു നിലയ്ക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ ശാരീരികമായ ബന്ധം എവിടെയെങ്കിലും സംഭവിച്ചാൽ വലിയ കഫാറത്തെന്ന് മാത്രമല്ല, അത് വലിയ തെറ്റാണ്. വലിയ കഫാറത്ത് കൊടുക്കണം. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായച്ചിത്തം. പ്രായച്ചിത്തം എന്ന് പറയുന്നത് ചെറുതല്ല. ഇങ്ങനെ ഒരാൾ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെടുത്തിയതായ ഭർത്താവ്, അവനിക്ക് നിർബന്ധമാകുന്ന കഫാറത്ത് ഭാര്യയ്ക്ക് ഖളാ വീട്ടണം. ഭർത്താവിന് ഖളാ വീട്ടുകയും വേണം, കഫാറത്തും കൊടുക്കണം. എന്താണ് കഫാറത്ത്? ഒരു മുഅ്മിനത്തായ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നതാണ്. ഒരു മുഅ്മിനത്തായ അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്ന സംവിധാനം ഇന്നില്ല. അടിമത്വമോ അങ്ങനെയുള്ള രീതികളൊന്നും ഇന്നില്ല എങ്കിൽ പോലും ആയിരങ്ങളും പതിനായിരങ്ങളും വില വരുന്ന ഒരു വിഷയമാണ് അടിമത്ത മോചനം എന്ന് പറയുന്നത്, അടിമയെ മോചിപ്പിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് നിർബന്ധമായും ചെയ്യണം. അതിന് പറ്റാതെ വന്നാൽ 60 നോമ്പ് കൃത്യമായും തുടരെ ചെയ്യണം. 60 നോമ്പ്. ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയതിന് 60 നോമ്പ്. അതെങ്ങനെയാണ്? തുടരെ ചെയ്യണം. എപ്പോഴെങ്കിലും അടുത്ത റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ചെയ്താൽ പറ്റൂല.
അത് തുടരെ 60 നോമ്പ് നിർവഹിക്കണം. അങ്ങനെ ഒരാൾക്ക് ആഫിയത്തില്ല, ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഇത്രയും നോമ്പ് നോക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന പക്ഷം 60 മിസ്കീന് ഭക്ഷണം കൊടുക്കണം, 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ്, അങ്ങനെ 60 മുദ്ദ് കൊടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, അടിമയെ മോചിപ്പിക്കേണ്ട, 60 നോമ്പ് നോക്കി ബുദ്ധിമുട്ടണ്ട, നമുക്കങ്ങ് ഭക്ഷണം കൊടുത്തു കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് പറ്റില്ല. ആരോഗ്യമുണ്ടെങ്കിൽ നോമ്പ് തന്നെ നോക്കണം. അതിന് പറ്റാതെ വന്നെങ്കിൽ മാത്രമാണ് ഈ പറയപ്പെട്ട മുദ്ദ് കൊടുക്കേണ്ടത്. അപ്പോ ചെറിയ കാര്യമല്ല, വലിയ കുറ്റമുള്ള കാര്യമാണ്. അങ്ങനെ വന്നുപോയാൽ വാത്തി ആയ അഥവാ ഭർത്താവിന് ആരാണോ ഇത് ചെയ്തത് ആ വ്യക്തിക്ക് പകലിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഈ രൂപത്തിലുള്ള കഫാറത്ത് നിർബന്ധമാണ്. ഭാര്യയ്ക്ക്, സ്ത്രീക്ക് ഖളാ വീട്ടൽ നിർബന്ധമേ ഉള്ളൂ. ഈ കഫാറത്ത് കൊടുക്കേണ്ടത് ഭർത്താവാണ്. അപ്പൊ ഈ വിഷയം നല്ലതുപോലെ നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. കഫാറത്തെന്ന നിയ്യത്ത് പ്രകാരമാണ് മുദ്ദ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ശാരീരികമായ ചാവല്യങ്ങളുള്ളവരാണ് മനുഷ്യർ. അബദ്ധങ്ങൾ വരാം. ശൈത്വാനിയത്തിന്റെ ബിലീസിന്റെ പ്രേരണ കൊണ്ട് പലതും സംഭവിക്കാം. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ പലതും മുമ്പേ ഉണ്ട്. ആ വഴികളിലേക്കൊന്നും കയറാതെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു നിലയ്ക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുക്കാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. അത് മാത്രമല്ല, നമ്മുടെ നോമ്പിന്റെ ആ ഒരു സുഖം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്തിനേറെ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ നല്ല സുഗന്ധമുള്ള പൗഡറുകൾ, അതേപോലെയുള്ള നമ്മുടെ മനസ്സ് മാറുന്നതിലേക്കുള്ള മ്യൂസിക്കുകൾ, അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ. ഇന്ന് മൊബൈലാണ്. ആ മൊബൈലിൽ നാം നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പിന്റെ പവിത്രത ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങളും കാണുന്നതും കേൾക്കുന്നതും തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നോമ്പ് കുറ്റമറ്റതാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ.